മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 6-മത്തെയാണ്. അതിലെ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ട വെച്ചുകഴിഞ്ഞാല് നമ്മൾ സ്കേർട്ടിന്റെ തുണി എടുത്തു, അതിന്റെ ലൈനിങ് എടുത്തു. സ്കേർട്ടിന്റെ ചീത്ത ഭാഗത്ത്, നല്ല ഭാഗത്തല്ല ചീത്ത ഭാഗത്ത് വെച്ച് ലൈനിങ്ങും ഒപ്പത്തിനൊപ്പം വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് ഒരു സ്റ്റിച്ച് മൊത്തത്തിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലെ ഈ പറഞ്ഞ പോലെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് മടക്കി അടിച്ചാലും മതി. നമ്മൾ തുടക്കക്കാരാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരാദ്യം ഇതിന്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ അത് അനങ്ങാണ്ട് അവിടെ ഇരുന്നോളൂല്ലോ. നമുക്കിനി ഇത് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം മടക്കി അടിക്കാം. ആദ്യം പതിവ് പോലെ തന്നെ കെട്ടിടാം. മൊത്തത്തില് നമുക്ക് മടക്കി അടിച്ചെടുക്കാം. എനിക്ക് വല്ല ചുളിവുണ്ടെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തെടുത്തോളൂ കേട്ടോ, എന്നാലും കുറച്ചുകൂടി വൃത്തി വരുള്ളൂ. അങ്ങനെ രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട വെച്ചാൽ സൈഡ് ലൈനിങ് തുണി എക്സ്ട്രാ കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഇനി വേണ്ടത് നമ്മൾ ലൈനിങ് തുണിയുടെ അടിവശം മടക്കി അടിക്കണം. ഇതിന്റെ അടിവശം മടക്കി അടിക്കണം. ഇതിന്റെ തുമ്പ് തേരുവശം ആയതുകൊണ്ട് ഞാൻ ഇവിടെ മടക്കി അടിക്കണില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഈ സൈഡും ഇപ്പുറത്തെ സൈഡും രണ്ടും മടക്കുക. ആദ്യം ഒരു മടക്ക് മടക്കി, രണ്ടാമത്തെ ഒരു മടക്ക് മടക്കി, അങ്ങനെ രണ്ട് മടക്ക് മടക്കി ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിപ്പോ രണ്ട് പാട്ടായതുകൊണ്ട് നല്ല വശവും നമ്മൾ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറ്. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിന്റെയും ഡിസൈൻ സെയിം തന്നെ ആയി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നേരിയതായിട്ട് വല്ല വ്യത്യാസമാണ് ഉള്ളെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം. ഇവിടെ ഈ സ്റ്റിച്ചിങ്ങിന്റെ ഈ ഡിസൈനിന്റെ അടുത്ത് എത്തുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ചെറുതായിട്ടൊന്ന് മടക്കണമെങ്കിൽ മടക്കാം. അറിയാത്ത രീതിയിൽ എനിക്ക് കറക്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. കിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ സ്കേർട്ട് പോലെ കാട്ടിത്തരാം. ഇപ്പൊ തന്നെ സ്കേർട്ട് പോലെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി എലാസ്റ്റിക് വെക്കണ്ടേ? എലാസ്റ്റിക്കിന് ആകെ കൂടി ഇത്രേ ഉള്ളൂ വീതി. പക്ഷെ ഇത്രയും ബാലൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിലൊന്നും വലിച്ചു പിടിച്ചടിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് തന്നെ പറഞ്ഞ 2.5 ഗ്യാപ്പ് ഇവിടെ ഇട്ട് മടക്കി അടിക്കാം. അതിനു മുൻപ് നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത് 16 ഇഞ്ചാണ്. ഇതിപ്പോ എത്രയുണ്ടെന്ന് നോക്കാം. താഴെ നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണം. മേലെ നമുക്ക് ബെൽറ്റിന് 2.5 ഇഞ്ച് വേണം. അപ്പൊ നമ്മളിവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കാണ്. അതോടൊപ്പം തന്നെ ഇവിടെയും 2.5 ഇഞ്ച് വരും. നമുക്കിനി ഇങ്ങനെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാവരെയും ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്താണ്. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ വളഞ്ഞും പൊളഞ്ഞും ഒന്നും പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ഒരു 2.5 ഇഞ്ച് ഞാൻ എല്ലാവരുടെയും അടയാളപ്പെടുത്തണം. തുടക്കത്തിൽ ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് മടക്കി അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ അളവില് തെറ്റ് വരില്ല. അങ്ങനെ മൊത്തത്തില് നമുക്ക് ഇങ്ങനെ മടക്കി അടിച്ചെടുക്കാം. അടിക്കുമ്പോ ഇങ്ങനെ മടക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കി ഇങ്ങനെ അടിച്ചെടുക്കാം.
മനസ്സിലായില്ലേ? ഞാൻ ഇതിന് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ ഇവിടെയാണ് നമ്മുടെ 2.5 ഇഞ്ച് വരുന്നത്. താഴെ നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാനുള്ളതുണ്ട്. ഇനി ഇങ്ങനെ മടക്കാം. കണ്ട, മടക്കി ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം. മടക്കി അടിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തുമ്പുണ്ടല്ലേ, ഈ തുമ്പ് ഒന്നിങ്ങനെ ചിരിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് മടക്കി അടിക്കുക. ഓക്കെ, നമ്മൾ 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണല്ലോ ഇടണേ. ഇവിടെ 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ഇടാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോ വെച്ചാല് ഇതിങ്ങനെ പിടിക്കുമ്പോഴേ കട്ടി കൂടാ. ഇതിങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് മടക്കാം. അപ്പൊ അത്രയും കട്ടി വരില്ല. ഇങ്ങനെ 2 സൈഡിലേക്ക് ആക്കി ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അടിയിൽ നിന്ന് നമ്മുടെ സ്കേർട്ടിന്റെ തുണി ഇതിലേക്ക് വരരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ അഴിച്ച് രണ്ടാമത് ചെയ്യേണ്ടി വരും. 2 ഇഞ്ച് ഗ്യാപ്പ് കൂടെ വിടാം. ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിവിടെ കെട്ടിട്ട് നിർത്താം. ഇനിയുള്ളത് നമ്മുടെ ഈ ഗ്യാപ്പിലേക്ക് നമ്മുടെ ഈ ഇലാസ്റ്റിക് കയറ്റണം. ഈ തുമ്പ് നമുക്ക് വെക്കാം. ഇതിനെയും ഇതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും കുത്തി വെക്കാം. അപ്പൊ 2 അറ്റവും ഞാനിങ്ങനെ സൂചി കൊണ്ട് അപ്പുറം കുത്തിയിട്ടുണ്ട്. ഈ 2 ഇലാസ്റ്റിക്കുകൾ തമ്മിൽ കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇലാസ്റ്റിക്കുകൾ തമ്മിൽ ഒന്നിങ്ങി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മേലെ കൂടെ ഒരു തുണി ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വീർത്തിരിക്കില്ല. എങ്ങനെയാ വെച്ചാൽ നോക്കാം. ആ തുണിയിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കട്ടോ അതിന്. കണ്ടത് ഇപ്പൊ എല്ലാവരുടെയും ഒരേ അളവിൽ ചുരുക്ക് വരത്തക്ക രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരുടെയും ഒരേ രീതിയിൽ ചുരുക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് അടിവശം മടക്കിയടിക്കണം. നമുക്ക് ഇതിന്റെ ലെങ്ത് എന്തോരം നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് 16 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഏകദേശം അപ്പൊ നമുക്കത് മടക്കി അടിക്കാം. ഇത് രണ്ടും ഇങ്ങനെ വെക്കുക, ഒപ്പത്തിനൊപ്പം മടക്കാം. ഇതിപ്പോ തീരുവശം ആയതുകൊണ്ട് ഞാൻ ഒരു മടക്കി കൊടുക്കുന്നുള്ളൂ. എനിക്ക് അത്രയും മാത്രമേ ഇറക്കം കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.